നമസ്കാരം. ബി.ജെ.പി കേരളത്തിൽ മൊത്തത്തിൽ കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ സത്യം വൈകിയാണെങ്കിലും CPM മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ശിവൻകുട്ടി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യം AKG ഭവനിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്തും ഇടുത്തിയ പോലെയാണ് ആ ഒരു വാർത്ത വന്നുപതിച്ചത്. ആകെ ഞെട്ടലിലാണ് ഇപ്പോൾ CPMന്റെ ക്യാമ്പുകൾ. കാരണം നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ പീഡിച്ച് ശിവൻകുട്ടി മാളത്തിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. നിലവിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ക്ലാസ് മണ്ഡലമായ നേമത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ നിർണായക പ്രഖ്യാപനമാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനം CPMനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ശിവൻകുട്ടി പേടിച്ചിപ്പോൾ ഓടിയിരിക്കുന്നത്. BJP തങ്ങളുടെ ഏക അക്കൗണ്ട് തുറന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കളത്തിലിറക്കുമ്പോൾ മറുഭാഗത്ത് സിറ്റിംഗ് MLAയും മന്ത്രിയുമായ ശിവൻകുട്ടിയെ തന്നെ അണിനിരത്തി പ്രതിരോധം തീർക്കാനാണ് CPM ഒരുങ്ങുന്നത്. പക്ഷേ ശിവൻകുട്ടിക്ക് നിയമത്തോട് താല്പര്യം വളരെ കുറവാണ്. അതിനിടെ പ്രസ്താവന വിവാദമായതോടെ തിരുത്തലുമായി ശിവൻകുട്ടി രംഗത്ത് വന്നു. താൻ മത്സരിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. അതെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നാണ് ശിവൻകുട്ടിയുടെ പുതിയ പ്രസ്താവന. എതിരാളി രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് ഭയം. നിയമത്തിന് മത്സരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അന്തിമ തീരുമാനം ഇടതുമുന്നണിയുടേത് ആകുമെന്നും അത് പാർട്ടി ഒരു തീരുമാനിക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ മാറ്റി പറഞ്ഞത്. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് താൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചന നൽകിയത്. നിയമത്തെ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ ശിവൻകുട്ടി പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കുമെന്ന് തൃശൂരിൽ പറഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണിയായിരിക്കും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കുക. പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് തന്റെ തീരുമാനമെന്നും ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു. പരസ്യമായി മത്സരിക്കില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞതോടെ പാർട്ടിയുടെ തീരുമാനവും ഇനി നിർണായകമാണ്. BJP തങ്ങളുടെ കരുത്തനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ മണ്ഡലത്തിൽ ഇറക്കി പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു ചോയ്സ് CPMന്റെ മുന്നിലില്ല എന്നതാണ് മറ്റൊരു കാര്യം. 2011-ലും 2021-ലും BJPയുടെ വിജയ സാധ്യതകളെ തകർത്ത മണ്ഡലം ഇതിനോടൊപ്പം നിർത്തിയ പോരാട്ട വീര്യമാണ് ശിവൻകുട്ടിക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ 22,000 വോട്ടിന്റെ ലീഡും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുന്നേറ്റവും CPMനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാജയ ഭീതി മൂലമാണ് ശിവൻകുട്ടി പിന്മാറുന്നതെന്ന വാദം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് നേടിയ 22,000-ലധികം വോട്ടുകളുടെ ലീഡും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ വാർഡുകളിൽ BJP കാഴ്ചവെച്ച മികച്ച പ്രകടനവുമാണ് പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. നിയമം പിടിക്കാൻ ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തുമെന്നാണ് സൂചന. 2016-ൽ രാജഗോപാലിലൂടെ നേടിയ വിജയം ആവർത്തിക്കാൻ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനമാണ് BJP മണ്ഡലത്തിൽ ഒരുക്കുന്നത്. നേമത്തെ രാഷ്ട്രീയ ചതുരംഗത്തിൽ ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേര് CPMന്റെ മുന്നിലില്ല. 2011-ൽ രാജഗോപാലിനെ അട്ടിമറിച്ചതും 2021-ൽ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതും ശിവൻകുട്ടി തന്റെ പോരാട്ട വീര്യം തെളിയിച്ചതാണ്. കോർപ്പറേഷൻ ഭരണത്തിൽ BJP ഉണ്ടാക്കിയ ആധിപത്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയും പ്രതിരോധിക്കുക എന്നതാണ് ശിവൻകുട്ടിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. എങ്കിലും മണ്ഡലത്തിൽ സുപരിചിതനായ അദ്ദേഹം തന്നെയാകും LDFന്റെ തുറപ്പുചീട്ട്. 2021-ൽ K മുരളീധരനെ ഇറക്കി ശക്തമായ മത്സരം കാഴ്ചവെച്ച കോൺഗ്രസ് ഇത്തവണ പ്രാദേശിക നേതാക്കൾക്ക് മുൻഗണന നൽകാനാണ് സാധ്യത. BJPക്ക് വോട്ട് മറിക്കുന്നു എന്ന ആരോപണം മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞ തവണകളിൽ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. GV ഹരി, മണക്കാട് സുരേഷ് എന്നിവരുടെ പേരുകളാണ് പ്രാഥമികമായി പരിഗണനയിലുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ നിയമത്തിറക്കുന്നതോടുകൂടി കൃത്യമായ നീക്കങ്ങളും കൃത്യമായ പദ്ധതികളോടെ ആയിരിക്കും BJP ഓരോ കരുക്കളും നീക്കുന്നത്. കാരണം മൊത്തത്തിൽ നിയമത്തിന്റെ ഹൃദയ സ്പന്ദനം, അതായത് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇരിപ്പെന്താണ്, അവിടുത്തെ ജനങ്ങളുടെ വികാരം എന്താണ്, എന്തുകൊണ്ട് വന്നാൽ നിയമത്തിൽ BJPക്ക് വിജയിക്കാൻ പറ്റും എന്നെല്ലാം പഠിച്ചതിന് ശേഷമായിരിക്കും രാജീവ് ചന്ദ്രശേഖർ പ്രചാരണവുമായി നിയമത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും നിയമത്തെ BJP അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.